പ്രിയപ്പെട്ടവരെ, ഏതു കുറ്റാക്കൂരിട്ടിലും വെളിച്ചം പകരുന്ന ചില വിളക്കുമരങ്ങളുണ്ട്. മനസ്സിൽ അന്ധത പടർത്തുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും അരങ്ങേറുമ്പോഴും കരാള ദംഷ്ട്രങ്ങൾ പുറത്തു കാണിച്ച് ചില വേതാളങ്ങൾ അട്ടഹസിക്കുമ്പോഴും ഈ വിളക്കുമരങ്ങൾ പ്രഭ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യസ്നേഹത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ് ഈ വിളക്കുമരങ്ങൾ. അങ്ങനെയുള്ള വിളക്കുമരങ്ങളാണ് ഇന്ന് നമ്മുടെ വേദിയെ സമ്പുഷ്ടമാക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി, എൻ്റെ പ്രിയപ്പെട്ട ഡേവിസ് ചെറുമേൽ അച്ഛൻ, പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട്, മറ്റുള്ളവർ, അവിടെ ഇരിക്കുന്ന ദേവനന്ദ തുടങ്ങിയവർ, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കിന്ന് കൈവന്നിരിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അതാണ് ഇവരെല്ലാവരും നമുക്ക് കാട്ടിത്തരുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. അതിനുള്ള വലിയൊരു അവസരമാണ് പ്രിയപ്പെട്ട ചെറുമേലച്ഛൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയും മഹാപരിശുദ്ധയുമായ മദർ തെരേസയുടെ പേരിൽ ഒരു അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് മക്കളെ. അങ്ങനെ ആ സമ്മാനം നേടിയെടുക്കാൻ കഴിഞ്ഞ കുട്ടികളെ ഞാൻ ആദ്യമേ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയംഗമമായി അനുമോദിക്കട്ടെ. ഒരിക്കൽ ഞാനൊരു സ്കൂളിൽ ഇതേപോലെ പ്രസംഗിക്കാൻ പോയപ്പോൾ പിന്നീട് കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള സമയത്ത് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, സാറ് 40 വർഷം കേരള ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിച്ച ആളാണ്. ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകിയ സന്ദർഭം എപ്പോഴായിരുന്നു എന്ന്. ഞാനന്ന് പറഞ്ഞു, എനിക്ക് സംതൃപ്തി നൽകുന്ന ഒരു സന്ദർഭമല്ല, ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഔദ്യോഗിക നിലയിൽ നേടിയെടുത്ത നേട്ടങ്ങളുടെ പുറത്തായിരുന്നില്ല. നേരെ മറിച്ച് എപ്പോഴൊക്കെ എന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോൾ ലഭിച്ച അനർഘ നിമിഷങ്ങളായിരുന്നു. അത്തരമൊരു നിമിഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് വിവരിച്ചു കൊള്ളട്ടെ. 1984 ഞാൻ തൊട്ടടുത്ത ആലപ്പുഴ ജില്ലയിലെ സബ് കളക്ടറായിരുന്നു. ബഹുമാനപ്പെട്ട ചെറുമേലച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തത നമ്മൾ വച്ചു പുലർത്തണം. മറ്റൊരാളെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ സബ് കളക്ടറായപ്പോൾ എനിക്കൊരാഗ്രഹം, മറ്റുള്ളവരിൽ നിന്നും എനിക്കും ഒരു വ്യത്യസ്തനാവണം. അപ്പോൾ എൻ്റെ വ്യത്യസ്തത എങ്ങനെ പുലർത്തണമെന്ന് ആലോചിച്ചു. അപ്പോൾ ഒരിക്കൽ ഞാൻ തീരുമാനിച്ചു, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൊണ്ടുപോയി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്ന്. അന്ന് ഞാൻ അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എല്ലാ 2ാം ശനിയാഴ്ചയും ഞാനൊരു പദയാത്ര നടത്തും, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വരണം എന്ന്. ഇപ്പോൾ സബ് കളക്ടർ പദയാത്ര നടത്തുന്ന പതിവൊന്നുമില്ല. അതൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതെന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ എൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ അവരൊക്കെ സമ്മതിച്ചു, സബ് കളക്ടറുടെ കൂടെ ഞങ്ങൾ നടക്കാൻ വരാം എന്ന്.
അങ്ങനെ ഞാൻ ചേർത്തല താലൂക്കിലെ അന്ധകാരനഴി, തീർത്തും അന്വർത്ഥമായ പേരാണ് ആ സ്ഥലത്തിന്. തീർത്തും അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ആ ഗ്രാമം സെലക്ട് ചെയ്തു. അവിടെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ജോലി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് പോയിട്ട് ഓരോ വീട്ടിലും കയറി അവരുടെ പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കണം. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ വിളക്കും മരമുണ്ട്, പക്ഷെ വിളക്കില്ല. ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, ലൈറ്റ് കത്തില്ല. പൈപ്പുണ്ട്, വെള്ളമില്ല. കടലിൽ കൊണ്ടിറക്കേണ്ട വലിയ ബൗൾഡേഴ്സ്, വലിയ കരിങ്കൽ കഷ്ണങ്ങൾ അത് കോൺട്രാക്ടർ കൊണ്ടുപോയി പാവങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് പിന്നെ വന്ന് കൊണ്ടിട്ടുകൊള്ളാമെന്ന് പറഞ്ഞു പോകും. പിന്നീട് അയാളെ മഷിയിട്ട് നോക്കിയാലും കാണുകയില്ല. റേഷൻ കടയിൽ പോയാൽ മണ്ണെണ്ണ കിട്ടില്ല, പഞ്ചസാര കിട്ടില്ല. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതാണ് സബ് കളക്ടറുടെ ജോലി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വീട്ടിലും ചെന്നിട്ട് അവിടെ അവൻ്റെ വാതിൽ മുട്ടിയിട്ട് ഗൃഹനാഥനെയോ നാഥയോ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. പലപ്പോഴും അവർ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പറയും. അങ്ങനെ ഒരു ദിവസം ഞാനൊരു വീട്ടിൽ ചെന്ന് ഒരു ചെറ്റക്കുടിൽ അവിടെ ചെന്ന് കതക് തട്ടി. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചു. ആരും അനക്കമില്ല. വീണ്ടും കുറച്ചും കൂടെ ഉച്ചത്തിൽ ചോദിച്ചപ്പോൾ ഒരു ചട്ടയും മുണ്ടും ഇട്ട ഒരു വലിയമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, വലിയമ്മയ്ക്ക് വല്ല പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയമ്മ എൻ്റെ മുഖത്തോട്ട് നോക്കി. ആദ്യമൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഉടനെ അവരകത്തോട്ട് നോക്കിയിട്ട് ചിന്നമ്മേ എന്ന് വിളിച്ചു. അപ്പോൾ സുമാർ 30-35 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നു. അത് കഴിഞ്ഞ് അന്നമ്മേ എന്ന് വിളിച്ചു. ഒരു 2 വയസ്സിന് താഴെയുള്ള ഒരു 32 വയസ്സുള്ള വേറൊരു സ്ത്രീ വന്നു. പിന്നെ കുഞ്ഞമ്മേ എന്ന് വിളിച്ചു. അപ്പോൾ 30 വയസ്സുള്ള വേറൊരാൾ വന്നു. എല്ലാ സ്ത്രീകൾ, അങ്ങനെ 5 പേരെ എൻ്റെ മുൻപിൽ പരേഡ് ചെയ്തു. എന്നിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ടാവില്ല, റവന്യൂ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പരിഹരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പറഞ്ഞു, എൻ്റെ പ്രശ്നം ഇതാണ്, അല്ല റവന്യൂ പ്രശ്നം അതെന്തോന്നാ, എനിക്കതൊന്നും പ്രശ്നമില്ല. എൻ്റെ പ്രശ്നം എനിക്ക് എൻ്റെ 5 കുട്ടികളാണ്. ഇവിടെ കെട്ടിയോരും മരിച്ചുപോയി, ഇനി ആരുമില്ല ഞങ്ങളെ നോക്കാൻ. അപ്പോൾ ഇവരുടെ വിവാഹം നടന്നിട്ടില്ല. അതാണ് വിധവയായ വല്യമ്മ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ, ഇതൊന്നും പരിഹരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല, ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചും പോയി, അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. പാവം വല്യമ്മ, 5 പെൺപിള്ളേർ വള്ളായി പുര നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാവും. ഇപ്പോൾ പുറത്തിറങ്ങി വന്നപ്പോഴേ ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, എനിക്ക് വലിയ സങ്കടം തോന്നുന്നു, ആ വല്യമ്മയുടെ ഒരു മോളെയെങ്കിലും നമുക്ക് കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി എൻ്റെ അടുത്ത മാസം ശമ്പളം ഞാനങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വലിയ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, സാറിൻ്റെ 1 മാസം ശമ്പളം കൊണ്ട് ഒരു കൊച്ചിനെ പോലും കെട്ടിക്കാൻ പറ്റില്ല. കാരണം ഒരു കൊച്ചിനെ കെട്ടിക്കണമെങ്കിൽ പിന്നെ ഒരു പവൻ്റെ എങ്കിലും സ്വർണം വേണം, ഒരു മാല വേണം, ഒരു താലിമാല വേണം, ഒരു വള വേണം, ഒരു മോതിരം വേണം, പിന്നെ കുട വേണം, പിന്നെ ഗൃഹോപകരണങ്ങൾ വേണം, വസ്ത്രം വേണം, 10-20 വരെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം. എല്ലാത്തിനും കൂടി ഒരു 20,000-25,000 രൂപയാകും. അത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ 10,000 രൂപ തരാം, ബാക്കി തുക ഞാൻ കളക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വീടുകളിലൊക്കെ പോയിട്ട് ഒരു മരച്ചോട്ടിലിരുന്നിട്ട് അന്നത്തെ എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യും. ആ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന സൂഫിയെ പോലെ ഒരു പത്രക്കാരനുണ്ടായിരുന്നു. അയാൾ പിറ്റേ ദിവസം പേപ്പറിൽ ഒരു ന്യൂസം കൊടുത്തു. രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ മാതൃഭൂമി പത്രത്തിൽ വലിയ തലക്കെട്ടിൽ വാർത്ത, പട്ടണക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, പട്ടണക്കാട് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരു കൊച്ചിൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ. അവിടെയുള്ള പെൺപിള്ളാരെയെല്ലാം പാവപ്പെട്ട കുട്ടികളെയൊന്നും കെട്ടിക്കാമെന്ന് ഞാൻ ഏറ്റിട്ടില്ല. ഇത് വായിച്ചിട്ട് എൻ്റെ കളക്ടർ ദേഷ്യപ്പെട്ടു. എന്നോട് ചോദിച്ചു, സബ് കളക്ടർക്ക് ഇപ്പോൾ ഇതാണോ പണി? പെൺപിള്ളേരെ കെട്ടിക്കാനാണോ നിങ്ങൾ സബ് കളക്ടറായത്? ഇതൊന്നും നമ്മുടെ ജോലിയല്ല, റവന്യൂ ജോലിയാണ് നമ്മുടേത്, ഓർമ്മ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ, ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി.
പക്ഷേ പേപ്പറിൽ ഈ വാർത്ത വന്നതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയാമോ? പിറ്റേ ദിവസം മുതൽ എനിക്ക് കുറേ പരാതികൾ ഇങ്ങനെ വന്നു തുടങ്ങി. സാറ് കുറേ പാവപ്പെട്ട പെമ്പിള്ളാരെ കെട്ടിക്കുന്നുവെന്ന് പത്രവാർത്ത വായിച്ചു, അതുകൊണ്ട് എൻ്റെ മോളെയും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നും തൊടുപുഴ നിന്നും മൂവാറ്റുപുഴ നിന്നും ഒക്കെ കത്തുകൾ വരാൻ തുടങ്ങി. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. നമ്മുടെ ചെറുമേൽ അച്ഛൻ്റെ അത്രയും ഐഡിയാസ് എനിക്കില്ല, എങ്കിലും അത് കുറച്ചൊരു ഐഡിയ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെയൊക്കെ വിളിക്കാം. ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, വൈസ് മെൻസ് ക്ലബ്ബ് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഈ വർഷം ഞാനൊരു പ്രോജക്റ്റ് ചെയ്യും. ഞാൻ ഒരു പെൺകുട്ടിക്ക് പകരം, നമ്മൾ ആലപ്പുഴ ജില്ലയിൽ 5 താലൂക്കുണ്ട്, അതുകൊണ്ട് ഓരോ താലൂക്കിൽ നിന്ന് ഓരോ പെൺകുട്ടി 5 പെൺപിള്ളേരെ കെട്ടിച്ചു വിടാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളുടെ ക്ലബ്ബ് ഇവർക്കുള്ള വസ്ത്രങ്ങൾ നൽകാം. വേറൊരാൾ പറഞ്ഞു, ഞങ്ങൾ അവർക്കുള്ള ഗൃഹോപകരണങ്ങൾ നൽകാം. പിന്നെ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ കൊട കൊടുക്കാം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ വാഗ്ദാനങ്ങൾ നൽകി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞു കുടുസ് മുറിയാണ്, അവിടെ ഫയൽ കൂമ്പാരമാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് അടുക്കളയിൽ വയ്ക്കേണ്ട പാത്രങ്ങളും എല്ലാം എൻ്റെ മുറിയിൽ ഇങ്ങനെ അടുക്കി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോധ്യമായി, എല്ലാം കിട്ടുന്നു, പക്ഷെ സ്വർണം മാത്രം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വർണം ആരും തരുന്നില്ല. സ്വർണം വേണം, എങ്കിലല്ലേ ഒരു മോതിരം ഉണ്ടാക്കാൻ പറ്റൂ, ഒരു താലിമാല വേണ്ടേ, ഒരു വള വേണ്ടേ. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരു വാർത്ത കേട്ടത്. ഭീമ ബ്രദേഴ്സിൻ്റെ ഉടമ ഭീമ ഭട്ടർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ 70-ാം പിറന്നാൾ അവിടെ നടക്കുന്നു. അവിടെ 70-ാം പിറന്നാളിൽ പങ്കെടുക്കുന്ന VIPസിനൊക്കെ ഓരോ പവൻ കൊടുക്കും എന്നൊരു വാർത്ത കേട്ടു. അപ്പോൾ ഞാൻ തഹസിൽദാരാണ് വന്ന് എന്നോട് പറഞ്ഞത്, സാറ് കല്യാണത്തിന് പോയാൽ സാറിന് ഒരു പവൻ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, അതിന് മൂപ്പർ എന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വിഷമിക്കണ്ട, ഞാൻ പോയി ഒരു ഇൻവിറ്റേഷനൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഒരു ഇൻവിറ്റേഷനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ 70-ാം പിറന്നാളിൽ പങ്കെടുത്തു. ഒരു പവൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. അവസാനം വൈകുന്നേരം 3-3:30 ആയപ്പം എല്ലാ പരിപാടിയും തീർന്നു. ഭീമഭട്ടർ VIPസിനെ വിളിച്ചു. ആദ്യം കളക്ടറെ വിളിച്ചു, കളക്ടർക്ക് ഒരു ഡെപ്പി കൊടുത്തു. അത് കഴിഞ്ഞ് SP വിളിച്ചു, SPക്കും കൊടുത്തു ഒരു ഡെപ്പി. അത് കഴിഞ്ഞ് മൂന്നാമത് എന്നെ വിളിച്ചു. ഞാനാണ് 3ാമത്തെ സീനിയർ സബ് കളക്ടർ. എന്നെ വിളിച്ച് എനിക്കും ഒരു ഡെപ്പി തന്നു. സത്യം നിങ്ങളോട് പറയട്ടെ, എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആരാണ് എന്നോട് ഇങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഡെപ്പി കിട്ടിയപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കി, ഇതിനകത്ത് ഉണ്ടോയെന്ന് നോക്കട്ടെ. തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സ്വർണ്ണ നാണയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ അടിമുതൽ മുടിവരെ നോക്കി. ഇവൻ മൊട്ടയെന്ന് വിരിഞ്ഞില്ല. അപ്പോഴും ഒന്ന് കൊടുത്തിട്ട് പോരാന്ന് പറയുന്നു. അപ്പോൾ ഇവൻ വലുതാവുമ്പോൾ എന്താവും ഇവൻ്റെ നിലപാട് എന്നൊക്കെയുള്ള മട്ടിൽ എന്നെ നോക്കി. എന്താ പറഞ്ഞത്, പോരാന്നോ? അപ്പം ഞാൻ പറഞ്ഞു, സാറിൻ്റെ 70-ാം പിറന്നാളല്ലേ? അതെ. അപ്പം ഞാൻ പറഞ്ഞു, അതിലൊരു പവൻ പോരാ, 70 പവൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, 70 പവനോ? എന്തിനാ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 70 പെമ്പിള്ളാരെ കെട്ടിച്ച് വിടാനാണ്, അതുകൊണ്ട് 70 പേർക്ക് 70 പവൻ വേണം. അപ്പോൾ പറഞ്ഞു, അത് കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ സാറ് തരണ്ട. സാറ് ഇവിടുത്തെ സ്വർണ്ണ വ്യാപാരികളുടെ പ്രസിഡൻ്റല്ലേ, എല്ലാ സ്വർണ്ണ വ്യാപാരികളെയും വിളിച്ചിട്ട് ഓരോരുത്തടുത്തുനിന്നും എനിക്ക് ഓരോ പവൻ കളക്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ മൂത്ത മകൻ ഗിരിരാജിനെ വിളിച്ചു. ഗിരി പറയുന്നത് കേട്ടോ, ചെയ്തു കൊടുക്കാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ ചെയ്തു കൊടുക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തഹസിൽദാർ, ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ തഹസിൽദാർ എപ്പോഴോ ഓടി വന്ന് എൻ്റെ ചെവി പറഞ്ഞു, ഈ 70 നല്ല നമ്പരല്ല, 71 എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഭേദഗതി ചെയ്തു, 70 അല്ല 71 എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. ഞങ്ങൾ സ്വർഗരാജ്യം കിട്ടിയ ആവേശത്തിലായിരുന്നു. 71 പവൻ, ഒരു പവന് വേണ്ടി പോവുക, 71 പവനുമായി തിരികെ വരിക. 5 പെമ്പിള്ളാരെ കെട്ടിക്കാമെന്ന് വിചാരിച്ചു, 71 പേരെ കെട്ടിക്കാൻ സാധ്യത കിട്ടുന്നു. ഉടൻ വന്ന് കിട്ടിയ പരാതികളൊക്കെ എടുത്ത് എല്ലാം നോക്കി 71 പെമ്പിള്ളാരെ കണ്ടുപിടിച്ചു. ആവശ്യക്കാരെന്ന് ഞങ്ങൾക്ക് തോന്നിയ 71 പേരെ കെട്ടി. ഭയങ്കര ഉത്സാഹമായി. ഉടനെ എന്നെ ക്ലബ്ബുകാരെയൊക്കെ വിളിച്ചു, നിങ്ങൾ തന്ന 10 പോരാ, 71 വേണം. അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും പറഞ്ഞു. ആളുകളുടെ അവിടുത്തെ പട്ടണക്കാരിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വലിയ സന്തോഷമായി. 71 പേരുടെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോൾ വലിയ സന്തോഷമായി. അപ്പോഴാണ് മനസ്സിലായത് എല്ലാം കിട്ടി, പക്ഷെ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കിട്ടിയില്ല. എന്താ? ചെക്കന്മാർ.
ഈ കല്യാണം നടക്കണമെങ്കിൽ ചെക്കന്മാർ വേണ്ടേ? പെൺപിള്ളേരെ മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് കല്യാണം നടത്തുക? അത് മറന്നുപോയി. അപ്പോഴാണ് മനസ്സിലായി, ഇത് ഈ പിള്ളേരൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഉടനെ ഓടി. ഞാൻ അവിടെ അന്ന് ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് പീറ്റർ ചേന്നപ്പറമ്പിൽ തിരുമേനിയായിരുന്നു ഞങ്ങളുടെ ആലപ്പുഴയിലെ ബിഷപ്പ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, പറഞ്ഞു, തിരുമേനി ഒരു ഇടയലേഖനം എഴുതണം. എന്തിനാ? എല്ലാ പള്ളികളിലും വായിക്കണം. ഇങ്ങനെ ഞങ്ങൾ കുറേ പിള്ളേരെ കെട്ടിക്കാൻ പോകുന്നു, പറ്റിയ ചെക്കന്മാർ വല്ലതും ഉണ്ടോ, അവരൊക്കെ വരണമെന്ന് പറഞ്ഞ് എഴുതണമെന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ ആവേശഭരിതനായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിതൊക്കെ പ്രസംഗിക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളിത് ചെയ്ത് കാണിക്കുകയാണ്. ഇടയലേഖനം എഴുതി എല്ലാ പള്ളികളിലും വായിക്കാൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി, ഇതിനകത്ത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉള്ളത്, മുസ്ലിങ്ങളുണ്ട്, ഈഴവരുണ്ട്, നായരുണ്ട്, പിന്നെ ഒന്നും അല്ലാത്തവരുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ SNDP യോഗത്തിലും NSS കരയോഗത്തിലും പോയി പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു. അവസാനം ആമ്പിള്ളേരെ കിട്ടി. ഇനി അടുത്ത പ്രശ്നം, ആമ്പിള്ളേരെ ആരെ കല്യാണം കഴിക്കും? ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്വയംവരം നടത്താം. അതുകൊണ്ട് സ്കൂളിൽ ക്ലാസ് മുറിയിലേക്ക് തട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പെൺപിള്ളേരെയൊക്കെ ഇവിടെ ഇരുത്തി, ആമ്പിള്ളേരെയൊക്കെ ഇവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, 15 മിനിറ്റ് തരാം, നിങ്ങളങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞു. അവർ 15-20 മിനിറ്റൊക്കെ എടുത്ത്, ഏതായാലും ചുരുക്കി പറഞ്ഞാൽ 71 ആമ്പിള്ളേരെ മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞ് കല്യാണം നടത്തണം. കല്യാണം നടത്താൻ വലിയ ഹാള് വേണം, ഹാളില്ല. അപ്പോൾ പാവപ്പെട്ട മനുഷ്യർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ 5 നിലയുള്ളൊരു പന്തലിടും. ഞാൻ പറഞ്ഞു, വലിയ ചിലവല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട സർ, ഞങ്ങൾ മുള ഫ്രീ ആയിട്ട് നൽകാം, ഞങ്ങൾ ഓല കൊണ്ടുതരാം. ചിലർ പറഞ്ഞു, ഞങ്ങൾ കയറ് തരാം, ഒരു നയാ പൈസ ചിലവ് വേണ്ട, അപ്പോൾ വലിയ പരിപാടിയായിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ 7 നില പന്തലിട്ടാണ് ഭീമഭട്ടർ 70ാം പിറന്നാൾ ആഘോഷിച്ചത്. അതുകൊണ്ട് നമുക്കൊരു 5 നില പന്തലെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യർ വന്ന് പന്തലൊക്കെ ഇട്ട് വലിയ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളായി. അപ്പോൾ പിന്നെയും പ്രശ്നം, 71 ഈ പറഞ്ഞ പല ജാതിക്കാരുണ്ട്, അവരുടെയൊക്കെ കല്യാണം ഒരു വേദിയിൽ വെച്ച് നടത്തിയാൽ എത്ര സമയം പോകും? അപ്പോൾ ഞാനതിന് ഒരു പരിഹാരം കണ്ടു. ഓരോരുത്തരും അവരുടെ പള്ളിയിലും അമ്പലത്തിലും എവിടെയാണോ അവിടെയൊക്കെ പോയി കല്യാണമൊക്കെ നടത്തിയിട്ട് ഈ മിന്ന് ചാർത്തുന്നത് മാത്രം നമ്മുടെ വേദിയിലാക്കാം. അപ്പോൾ 71 പേരും ആമ്പിള്ളേരും 71 പെൺപിള്ളേരും നിന്ന് ഈ മാല മാത്രം മിന്ന് മാത്രം കെട്ടുക, അപ്പോൾ കല്യാണം തീരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു മാല അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ പിന്നെയും പ്രശ്നം, ഇത്ര 71 + 71 142 മാലകൾ വേണം. എവിടെ കിട്ടും? അവിടെ എങ്ങും കിട്ടാനില്ല. അപ്പോൾ ആരോ പറഞ്ഞു, അത് നാഗർകോവിലിൽ കിട്ടും. ഉടനെ ഞാൻ എൻ്റെ ഈ അംബാസിഡർ കാറിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി തള്ളണം, എങ്കിലേ സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു അംബാസിഡർ കാറിൽ കയറി ഞാൻ നാഗർകോവിലിൽ പോയി. അവിടെ പുഷ്പ വ്യാപാരികളോട് കഥയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാർ 1 രൂപ പോലും തരണ്ട, ഞങ്ങൾ 142 ഹാരങ്ങൾ സൗജന്യമായി നൽകാം എന്ന് പറഞ്ഞു. അതൊക്കെ ഇട്ട് വയ്ക്കാൻ ഞങ്ങളുടെ കാറിൽ സ്ഥലമില്ലായിരുന്നു. ഉടനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന അന്നത്തെ KSRTC MD MK ജോസഫ് സാറിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ കാറ്, ഞാനൊരു KSRTC ബസ് ഫ്രീ ആയിട്ട് വിട്ടുതരാമെന്ന് പറഞ്ഞു. ആ KSRTC ബസ്സിനകത്ത് ഞങ്ങൾ ഇതൊക്കെ കയറ്റിക്കൊണ്ട് വന്നു. വെള്ളയമ്പലത്ത് വന്നപ്പോൾ കെൽട്രോണിൻ്റെ MD നമ്പ്യാർ സാറിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ വലിയ പരിപാടി നടത്തുകയാണ് സാർ, ഈ ക്ലോസ് സർക്യൂട്ട് TV അവിടെ വെക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. കെൽട്രോണിൻ്റെ വക ക്ലോസ് സർക്യൂട്ട് TV, ഗവർണർ, മന്ത്രിമാർ, എല്ലാ മേലധ്യക്ഷന്മാർ ഇങ്ങനെ പറഞ്ഞു. വലിയൊരു വിവാഹം അന്ന് പട്ടണക്കാട് മെയ് മാസം 29-ാം തീയതി നടന്നു. അന്ന് 71 പെൺകുട്ടികളെ 71 ചെക്കന്മാർ വരണമാല്യം അണിയിച്ചു. ഒരു വലിയ സംഭവമായിരുന്നു അത്. ഒരു നയ പൈസ പോലും സർക്കാരിൽ നിന്നും മേടിക്കാതെ എല്ലാ സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യരുടെ സഹായത്തോടുകൂടി, അകമഴിഞ്ഞ സഹായത്തോടുകൂടി അന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സമൂഹ വിവാഹം അന്ന് അവിടെ നടന്നു. അന്ന് കേരള ഗവർണറൊക്കെ വന്ന് വേദിയിൽ വന്ന് എനിക്ക് ഷേക്ക് ഹാൻഡൊക്കെ തന്നു. പക്ഷേ ഞാൻ പറയട്ടെ, അതിനേക്കാളും എല്ലാം വലിയ ഒരു സമ്മാനം എനിക്കന്ന് ലഭിച്ചു. എന്താണെന്നോ, അന്ന് ഈ 5 മക്കളെ പരേഡ് ചെയ്ത വല്യമ്മയുണ്ടായിരുന്നില്ലേ, ആ വല്യമ്മയുടെ 5 പെൺപിള്ളേരെയും ഞങ്ങളന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഈ വല്യമ്മ സ്റ്റേജിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീരാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം.
ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് എന്തിനാണെന്നോ, നോക്കൂ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്നത്. നമ്മൾ പള്ളിയിൽ പോയി കുരിശു വരയ്ക്കാൻ വേണ്ടി പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. പള്ളിയിൽ പോയി കുരിശു വരയ്ക്കുന്നതിന് മുൻപ് ഒരാളുടെയെങ്കിലും കണ്ണുനീർ ഒപ്പിയിരിക്കണം. അവിടെ പോയി മുട്ടുകുത്തുന്നതിന് മുൻപ് ഒരാളെയെങ്കിലും കൈ പിടിച്ച് ഉയർത്തിയിരിക്കണം. അവിടെ ചെന്ന് മെഴുകുതിരി കത്തിക്കുന്നതിന് മുൻപ് ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ അല്പം വെളിച്ചം പകർന്നു കൊടുത്തിരിക്കണം. അങ്ങനെ ചെയ്യണം. നമ്മൾ ആകാശത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ കാണും, ഇല്ലേ? അത് കാണുമ്പോൾ നമ്മൾ പറയും എന്ത് മനോഹരമായിരിക്കുന്നു, എന്തൊരു ശേല എന്ന്. പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ നക്ഷത്രങ്ങളെല്ലാം തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളാണ്, അഗ്നിഗോളങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അതങ്ങനെ കണ്ണു ചിമ്മുന്നത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. എന്നാൽ ഈ ഗോളം കത്തി എരിഞ്ഞ് അത് കുറേ നാൾ കഴിയുമ്പോൾ അത് ഭസ്മമായി ഈ സൗരയൂഥത്തിൽ എവിടെയെങ്കിലും അത് അലിഞ്ഞു ചേരും. പക്ഷെ അങ്ങനെ അലിഞ്ഞു ചേരുമ്പോഴും ഈ നക്ഷത്രങ്ങൾക്കൊരു സമാധാനമുണ്ട്. എന്താണെന്നോ, എൻ്റെ ജീവിതം ഒരു അഗ്നിഗോളമായിരുന്നപ്പോഴും അഗ്നികുണ്ഠമായിരുന്നപ്പോഴും ആ അഗ്നിയുടെ വെളിച്ചത്താൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സമാധാനം. ആ സമാധാനമാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കാൻ സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.